വെർബ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സബ്ജക്റ്റും വെർബിന്റെ കണ്ടിന്യൂഷൻ ആണ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന ഈ മൂന്ന് വാക്കുകൾ എവിടെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ മൂന്ന് വാക്കുകൾ നമ്മൾ സെന്റൻസിൽ, ഒരു ക്വസ്റ്റ്യൻ സെന്റൻസിൽ, അതായത് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ ഇമ്പറേറ്റീവ് സെന്റൻസിലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതും നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത് തന്നെ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡു യു ഹാവ് എ പെൻ? ഡു യു ഹാവ് എ പെൻ? എന്താ അർത്ഥം? എന്തുവാ? നിനക്കൊരു പേന. ആ, നിന്റെ കയ്യിലൊരു പേനയുണ്ടോ? നിന്റെ കയ്യിലൊരു പേനയുണ്ടോ അല്ലേ? Does he come to school every day? എന്താ does he come to school every day എന്ന് പറഞ്ഞാൽ എന്താ സെന്റൻസിന്റെ അർത്ഥം? അവൻ സ്കൂളിൽ എല്ലാ ദിവസവും വരുന്നുണ്ടോ? അവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരാറുണ്ടോ? ഉണ്ടോ? 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 ഇനി അടുത്തത്, did she come to school yesterday? ഇതിന്റെ അർത്ഥം എന്താ? ഇന്നലെ സ്കൂളിൽ വന്നായിരുന്നു. ആര്? ഷീ. ഇന്നലെ അവള് സ്കൂളിൽ വന്നായിരുന്നോ? വന്നായിരുന്നോ? പറ, വന്നായിരുന്നോ? ഒന്നില്ലേ? അപ്പൊ നമ്മള് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡു യു ഹാവ് എ പെൻ? നിന്റെ ഒരു പേനയുണ്ടോ? ഡസ് ഹി കം ടു സ്കൂൾ എവറി ഡേ? അവൻ എല്ലാ ദിവസവും സ്കൂളിൽ വരാറുണ്ടോ? ഉണ്ടോ? ഡിഡ് ഷി കം ടു സ്കൂൾ യെസ്റ്റർഡേ? ഇന്നലെ അവള് സ്കൂളിൽ വന്നായിരുന്നോ? അറിയത്തില്ല. എന്തായാലും കൊള്ളാം. നമ്മളിവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാല്, നമ്മള് ഇവിടെ ഇല്ല ഈ വാക്ക് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വെർബ് അല്ലെ? ഡു യു ഹാവും കൂടിയാണ് ഇവിടുത്തെ വെർബ് വരുന്നത്. ഇനി ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഡസ് ആണ്, കം കൂടിയാണ് ഇവിടുത്തെ, ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഡിഡും കമ്മും ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡിഡിന്റെ കൂടെ ഏതെങ്കിലും ഒരു വെർബ്, ഏതെങ്കിലും ഒരു ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതെന്താകും? പാസ്റ്റ് ടെൻസ്. അപ്പൊ നമ്മള് കഴിഞ്ഞു പോയ അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിഡ്. ആ ഡിഡിന്റെ കൂടെ നമ്മള് കെയിം അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, കമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ആണ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രസന്റ് വെർബും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് മുഴുവൻ എന്തായി? പാസ്റ്റ് ആയി. അപ്പം ഡിഡ് കം, ഡസ് ഹി കം. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്തുകൊണ്ട് നമ്മള് ഇത് രണ്ടും പ്രസന്റിലുള്ള സെന്റൻസുകൾ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാല്, ഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സിംഗുലറിന്റെ. ഇനിയും ഡു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഡു ദേ ഹാവ് എന്നൊക്കെയാണ് നമ്മള് ഡു ദേ ഹാവ് എ പെൻ. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ആൻസർ സെന്റൻസുകൾ അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസുകൾ എങ്ങനെ ഫ്രെയിം ചെയ്യും നോക്കാം. ഐ ഡിഡ് നോട്ട് ഗോ. ഞാൻ പോയില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട് അല്ലേ? ഇനി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഐക്ക് പകരം ദേ വേണമെങ്കിലും നോക്കാം. ദേ ഡിഡ് നോട്ട് ഗോ. അവര് പോയില്ല, ഞാൻ പോയില്ല, അവരും പോയില്ല. They do not have a train ticket. വലിയൊരു സെന്റൻസ്. അവർക്ക് എന്തോ ഇല്ലാത്തത്? ടിക്കറ്റ് ഇല്ല. ഏത് ടിക്കറ്റ്? ട്രെയിൻ ടിക്കറ്റ്. ട്രെയിൻ ടിക്കറ്റ് ഇല്ല. ഇനി അടുത്തത് he
does not Does not come to come to school school. regularly എന്ന് പറയുന്നത് എന്നും വരത്തില്ല. സ്ഥിരമായിട്ട് അവൻ സ്കൂളിൽ വരാറില്ല. അപ്പം നമ്മളിവിടെ രണ്ട് രീതിയിൽ നമുക്ക് എങ്ങനെ ഡൂം ഡസും ഡിഡും യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഐ ഡിഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല, കഴിഞ്ഞു പോയ കാര്യം. ഞാൻ പോയില്ല, അവിടെ തന്നെ ഉണ്ട്. ഇനി they do not have a train ticket. അവർക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ല. അപ്പൊ അവരെന്ന് പറയുമ്പോ പ്ലൂറൽ അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മള് ഡു യൂസ് ചെയ്യണം. He does not come to school regularly. അവൻ സ്ഥിരമായിട്ട് വരാറില്ല. അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്ന ഒറ്റ ഒരാളെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഡസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയാനും, ഡു എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഒരാളെ കുറിച്ച് പറയാനും, ഡിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരാൾക്കോ കൂടുതൽ ആൾക്കാർക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡു ഡസ് ഡിഡ് എന്ന് പറയുന്ന 3 വില്ലന്മാരുടെ കഥ. അപ്പൊ നമ്മള് പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും.